ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ബർത്ത്ഡേ ആസിഫ് അലി. അങ്ങനെ പറഞ്ഞു തുടങ്ങാം. സർക്കീറ്റ് ഒരു വ്യത്യസ്തമായൊരു പ്ലോട്ട്. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, ഓഫീസ് വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് ഇരിക്കുന്ന സമയത്തോ ഒരു 1 hour ടീസർ വന്നിട്ട് സർക്കീറ്റിൻ്റെ അത് കണ്ട് നമ്മൾ ആ ഒരു ഉണ്ടായിരുന്ന ടെൻഷനൊക്കെ മാറി വേറൊരു ലോകത്തിലേക്ക് പോയി. ശരിക്കും ആ ഒരു ടീസർ കണ്ടപ്പോൾ ആസിഫ് അലിയുടെ ബർത്ത്ഡേ അനുബന്ധിച്ചാണ് ആ സിനിമയുടെ ആ ഒരു ടീസർ വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നി ഈ ഒരു ടീസറിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ മറ്റുള്ള അണിയർ പ്രവർത്തകരെയും കണ്ടപ്പോൾ അതിൽ ഗോവിന്ദ് വസന്ത, അദ്ദേഹം മലയാളത്തിൽ അധികം മ്യൂസിക് ചെയ്ത പടം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തമിഴിൽ അദ്ദേഹം ചെയ്തൊരു സിനിമ വൺ ഹിറ്റ് പറഞ്ഞാൽ ഒരു രക്ഷയിലെ ഹിറ്റായ സിനിമയാണ് നമ്മുടെ 96. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ തമർ പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. അതുപോലെ ആസിഫ് അലിയുടെ ഒരു പ്രത്യേകതരം ഒരു ഫിലിം. കാരണം അദ്ദേഹത്തിന് അവസാനം വന്ന ചിത്രം രേഖാ ചിത്രമാണ്. അതും ഒരു വൺസ് പടമല്ല, ഒരു സൂപ്പർ ഹിറ്റ് എന്നല്ല, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് പറയാൻ പറ്റും. കാരണം സൈലന്റ് വന്നിട്ട് നല്ല അടിപൊളി ഹിറ്റ് അടിച്ച പടം. അതിനുശേഷം വരുന്ന സിനിമയാണ് എന്താ പറയുക, നമ്മുടെ ആസിഫ് അലിയുടെ സർക്കീറ്റ്. കാരണം ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നേ. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ തുടങ്ങിയതും അദ്ദേഹം പറയുന്ന രീതി, ആ ഒരു ക്യാമറ മൊമെന്റ്സ്, അതിൻ്റെ മ്യൂസിക്, അതിനനുസരിച്ച് ആ പറയുന്ന ആ ഒരു ഇതിന് ബ്ലെൻഡ് ചെയ്തിട്ട് ഭയങ്കര കൂളായിട്ട് ഒരു ഫീൽ ഹുഡ് പറയുന്നത് ആ ഒരു പറയില്ലേ, ആ ഒരു പടമാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അമ്മാതിരി ഒരു ടീസർ കാരണം എനിക്ക് ഭയങ്കര ഒരു എന്താ, നമ്മൾ ഇത്രയും ടെൻസായിട്ട് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ ഈ ഒരു ജോലി ചെയ്ത് വന്നവരും, അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്ത് വർക്കാണെങ്കിലും ചെയ്യുന്നവരാണെങ്കിലും അവർ വന്നു കഴിഞ്ഞാൽ ഒരു 6 മണിയെല്ലാം കഴിഞ്ഞ് 6 മണി കഴിഞ്ഞാൽ അവർ വർക്കെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ വിശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ടീച്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര റിലാക്സ് ആയിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്നേരം ഈ ഒരു മൂവി എന്തായാലും വൻ ഹിറ്റാവുന്നതിന് പ്രതീക്ഷിക്കാം. കാരണം ആസിഫ് അലിയുടെ ഈ അടുത്ത കാലത്തുണ്ടായ എല്ലാ ചിത്രങ്ങളും നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കടമയുണ്ടല്ലോ, അത് അദ്ദേഹം ചെയ്യുന്നു വളരെയധികം 100% സക്സസ്ഫുൾ ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് തോന്നും. അത്രമാത്രം നല്ലൊരു ബ്രില്യൻസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനാണ് നമ്മളിപ്പോൾ എടുത്തൊരു പറയേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു വൻ എന്താ പറയുക, ഒരു നല്ലൊരു സിനിമ, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു അടിപൊളി ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയുന്ന രീതിയിലൊരു സിനിമയായിരിക്കും ഈ സർക്കീറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ടീസർ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കൂളായിപ്പോയി മൈൻഡ്. അത്ര നല്ല എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഷോർട്സും മറ്റേ അതിൻ്റെ പറയുന്ന രീതിയും ആ ഡയലോഗ് ഡെലിവറിയും അതിനൊപ്പം തന്നെ ആ ഒരു ഗോവിന്ദ് വസന്തയുടെ എന്താ പറയുക ആ ഒരു മ്യൂസിക് കൂടി. അപ്പോൾ ഒരു രക്ഷയില്ല, വെരി നൈസ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇനി അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ, സി യു.